ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വന്ന ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആര് വീട്ടിൽ വന്നാലും ഫസ്റ്റ് ഞാൻ പോകുന്നത് പോത്തങ്കോട്ടേക്കാണ് കേട്ടോ. അതായത് കടയിലേക്ക് കോഴി എടുക്കാനായിട്ട്. അങ്ങനെ പോയി കോഴിയൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നൈറ്റ് റൈഡ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനിടയ്ക്ക് എനിക്ക് ചിയാ സീഡ് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ചിയാ സീഡ് മേടിക്കാനായിട്ട് ഞാൻ പോത്തങ്കോട്ട് ഒരു കടയിൽ കയറി ചിയാ സീഡൊക്കെ മേടിച്ച് അവിടുന്ന് ഒരു ചോക്ലേറ്റൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഇവിടെ എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉമ്മായൊക്കെ തക്കാളി, സവോള എല്ലാം ഒക്കെ ഇത് വെച്ചു. ചിക്കൻ പെട്ടെന്ന് അവർ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് അവർ വന്നതുകൊണ്ട് നൈറ്റല്ലേ, അപ്പോൾ നമ്മൾ ഇടിയപ്പവും നാടൻ കോഴിയാണ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാടൻ കോഴി കറിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചു, പച്ചമുളകൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. നമ്മളെ വീട്ടിലെന്ന് പറയുമ്പോൾ ആൾ കൂടുതലായതുകൊണ്ട്, അതായത് ഇപ്പം കിച്ചണിലാണെങ്കിലും ഉമ്മ ഉണ്ട്, വീട്ടിയുമ്മ ഉണ്ട്, കുഞ്ഞുമ്മ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ സ്പെഷ്യലൊക്കെ വെക്കുന്നെങ്കിൽ ഞാനൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാവരും ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു മണിക്കൂറിനകത്ത് എല്ലാ ഫുഡും പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് പറ്റും. നമ്മളാദ്യം ഉരട്ടി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഉരട്ടിയും കോഴിക്കറിയും ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഉരട്ടിയാണെങ്കിൽ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ട് എടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതിനേക്കാളും ഇടിയപ്പം ആകുമ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് മാവ് കുഴച്ച് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് അധികം ടൈമിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഇത് ജനുവരി 1-ാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഞാനിത് എഡിറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോ എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു. പക്ഷേ ഓഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നോക്കിയിട്ടും ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിട്ട് പോകുമായിരുന്നു. അങ്ങനെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഡെയിലി എന്നും ഓരോ വീഡിയോസ് വെച്ചിടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ഡെയിലി ഓരോ വീഡിയോ വെച്ചിട്ടായിരിക്കും ഞാൻ ഇടുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ഞാൻ വീഡിയോയിൽ പറയുന്നതോ ചെയ്യുന്നതോ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെനിക്ക് പറഞ്ഞു തരണം കേട്ടോ. അങ്ങനെ ഇടിയപ്പത്തട്ടിലേക്ക് ഇടിയപ്പമൊക്കെ മറ്റേ പിഴിഞ്ഞ് വീത്താനായിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. ആദ്യം നമ്മൾ തേങ്ങ ഇടും, എണ്ണ തേക്കും. ആദ്യം എണ്ണ തടവിയതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇടും. തേങ്ങ ഇട്ടതിന് ശേഷമാണ് ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്നത്. നല്ല പണിയാണ് കേട്ടോ. പണ്ടൊക്കെ ഇടിയപ്പം പിഴിയുന്ന വേറൊരു ഇതായിരുന്നു. ആ ഒരു അച്ചെന്ന് പറയുന്ന വേറൊരു സാധനമായിരുന്നു കേട്ടോ. അത് എന്നെയൊക്കെ കൊച്ചിലെ ഉമ്മായൊക്കെ പിഴിയുന്ന കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളൊക്കെ ഒരു 5-ലോ 7-ലോ 8-ലോ ഒക്കെ ആയതിനു ശേഷമാണ് ഇങ്ങനത്തെ ഇത് വന്നു തുടങ്ങിയത്. സേവനാഴി. ഓക്കെ അതിൻ്റെ പേര് സേവനാഴി എന്നാണ് കേട്ടോ. അപ്പോൾ ആ സേവനാഴിയിൽ വെച്ചിട്ട് ഇടിയപ്പം പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ സ്പീഡ് പിഴിയുന്നുണ്ട് കേട്ടോ. പിഴിഞ്ഞ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു ഇഡ്ഡലി കുട്ടകത്തിൻ്റെ അകത്ത് നമ്മൾ ഒരു 9 എണ്ണം വെച്ചിട്ടാണ് വെക്കുന്നത്. നമ്മുടെ അവിടെ പിന്നെ ഇടിയപ്പം, ഇഡ്ഡലി, ദോശ, അപ്പം ഇതിനോടൊക്കെ ഭയങ്കര ഫാൻസാണ് കേട്ടോ. പിന്നെ ഉമ്മ ഉണ്ടാക്കുന്ന പുട്ടാണ് ഏറ്റവും വലിയ ടേസ്റ്റ്. പക്ഷേ ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതും പുട്ടാണ് കേട്ടോ. പുട്ടൂറ്റി എടുത്ത് ദൂരെ എറിഞ്ഞാലോ എന്ന് വരെ എല്ലാവരും ചിന്തിക്കുന്ന രീതിയിലാണ് ഉമ്മ ഇവിടെ പുട്ടുണ്ടാക്കുന്നത്. ഒരു ടൈം എന്ന് പറയുന്നത് രാവിലെ പുട്ട് രാത്രി പുട്ട് ഇങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം അതൊക്കെ മാറി. ഇപ്പം കൂടുതലും മാവാട്ടി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പഠിച്ചതിന് ശേഷം മാവാട്ടി ഓരോ ദിവസത്തേക്കും വെക്കാറുണ്ട്. അങ്ങനെ ഓരോ തട്ടായിട്ട് ഇടിയപ്പം ഉണ്ടാക്കണം കേട്ടോ. വന്നവർ തന്നെ, നമ്മളെ ഗസ്റ്റ് തന്നെ കയറി ഉണ്ടാക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഗസ്റ്റ് തന്നെ ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഉള്ളിയും സവാളയും ചെറിയ ഉള്ളിയും എല്ലാം വഴറ്റി, ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ടു, അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത് കേട്ടോ. ഇനി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല ഇട്ട് നമ്മുടെ ചിക്കനും ഇട്ട് ഇളക്കിയെടുക്കുക. അതോടുകൂടി ആ പ്രോസസ്സ് കഴിഞ്ഞു. അങ്ങനെ ചിക്കൻ കറി റെഡിയാവും. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. മസാലയൊക്കെ ഇട്ട് നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ടു. ചിക്കനിൽ നിന്ന് നമ്മുടെ മീറ്റ് ഐറ്റംസ് ഏതായാലും അതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ നമുക്ക് നല്ലൊരു ഗ്രേവി ടൈപ്പാണ് വേണ്ടതെന്നില്ല, അല്ലെങ്കിൽ സെമി ഗ്രേവിയാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് വെള്ളം ഒഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഗ്രേവി ഒന്നും വേണ്ട, നല്ല പെരട്ടായിട്ട് എടുക്കാനാണെങ്കിൽ നമ്മൾ ചിക്കനിലായാലും പോത്തിലായാലും നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പോത്തിൽ നിന്നൊക്കെ ഒരുപാട് വെള്ളം ഇറങ്ങും. കൊഴുപ്പ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം വെള്ളം ഇറങ്ങും പോത്തിൽ നിന്നൊക്കെ. അങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം ജസ്റ്റ് നമ്മുടെ ചിക്കൻ ഇട്ടതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇട്ട് നല്ല രീതിക്ക് മസാല എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇഞ്ചി പച്ചമുളകും നമ്മൾ അരച്ച അതിൻ്റെ ലാസ്റ്റ് കുറച്ച് വെള്ളമുണ്ട്, അത് ചൂടുവെള്ളത്തിൽ കലക്കി കുറച്ച് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ.
പിന്നെ എപ്പോഴും നമ്മൾ വേവിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിലോട്ട് നമ്മൾ മിക്കുള്ളവരും പച്ചവെള്ളം വീത്തുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ വീത്താതിരിക്കുക. നമ്മളെപ്പോഴും നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കുക. നമ്മളെപ്പോഴും കെറ്റിൽ തിളച്ച വെള്ളം ഉണ്ടാവും, അതാണ് നമ്മൾ ഒഴിക്കുന്നതും. അങ്ങനെ ഇതാ ഇടിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ തട്ട് റെഡിയായി, രണ്ടാമത്തെ തട്ട് റെഡിയായി, സ്പീഡായി ഇടിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ചിക്കൻ കറിയും പെട്ടെന്ന് റെഡിയായി. ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ ഒരുപാട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വന്ന സമയത്ത് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ഫുഡൊക്കെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുകയാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. വേറെ ഒന്നും ഇല്ല. നമ്മുടെ ഇടിയപ്പവും നാടൻ കോഴി കറിയും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ പ്ലേറ്റൊക്കെ എല്ലാവർക്കും കൊണ്ട് വെക്കുകയാണ്. എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആരും ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഏകദേശം 10 മണിയോളം ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടൊരു സ്പെഷ്യലുണ്ട് കേട്ടോ. എൻ്റെ വക സ്പെഷ്യലാണ്, ഷാർജയാണ് കേട്ടോ. അങ്ങനെ ഇതാ നാടൻ ചിക്കനൊക്കെ റെഡിയായി ഇങ്ങനെ കോരുകയാണ് കേട്ടോ പാത്രത്തിലേക്ക്. എനിക്ക് ചിക്കനും ബീഫും ഇതൊക്കെ എനിക്ക് അടുപ്പിൽ വെക്കാനാണ് ഇഷ്ടം കേട്ടോ. നമ്മുടെ പുറത്ത് അടുപ്പിൽ നല്ല തീയൊക്കെ കൂട്ടിയിട്ട് വിറകൊക്കെ വെച്ചിട്ട് വെക്കണം. അത് ഭയങ്കര ഒരു ടേസ്റ്റാണ്. അത് പ്രത്യേകിച്ച് അത് കുറുകിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ടൈം എടുത്ത് ഒരു 1 hour 1.5 മണിക്കൂറൊക്കെ എടുത്തിട്ടായിരിക്കും അത് വേകുന്നത്. ആ വേകുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇത് അടുത്ത ഞാൻ ഷാർജ പരിപാടിയിലേക്ക് പോവുകയാണ്. ഞാനാണ് കേട്ടോ ഷാർജ അടിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു 13 പേരുണ്ട്. 13 പേരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ 5 കവർ പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ കുഴയ്ക്കുന്നത് മാവല്ല കേട്ടോ, ഷാർജയാണ്. അടിച്ച് നല്ല രീതിക്ക് നമ്മൾ കട്ടപ്പാൽ ആദ്യം ഞാൻ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ നമ്മൾ ചതയ്ക്കുന്ന കല്ലില്ലേ, ആ കല്ലിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ചതച്ചിട്ടുണ്ടായിരുന്നു. ചതച്ചതിന് ശേഷം അതിനെയാണ് നമ്മളിതുപോലെ എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. മിക്സിയിലിട്ട് അടിയാൻ നല്ല പാടാണ്. ഞാൻ ഒരു തുള്ളി വെള്ളം പോലും അതിൽ ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പുറത്ത് ആ ഒരു റൂം ടെമ്പറേച്ചറിൽ വെക്കുന്ന ടൈമിൽ അതങ്ങ് നല്ല രീതിയിൽ മെൽറ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അത് നല്ല രീതിക്ക് അതിങ്ങനെ കുറുകി വരികയാണ് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ആദ്യം പഞ്ചസാരയും പാലും കട്ടപ്പാലും മാത്രം ഇട്ടാണ് കേട്ടോ അടിക്കുന്നത്. പിന്നെ അതിലേക്ക് ഏറ്റവും ലാസ്റ്റ് ആണ് കപ്പലണ്ടിയും നമ്മുടെ ബൂസ്റ്റും പഴം രസകദളി പഴമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 5 പഴത്തോളം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാമായിട്ട് നല്ല രീതിക്ക് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഷാർജ ഇഷ്ടമാണ്. നമ്മൾ നോമ്പിന് എല്ലാ ദിവസങ്ങളിലും ഷാർജ ഉണ്ടാവും. ഞാൻ നോമ്പിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് നമുക്ക് കാണാം കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ ഷാർജ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ കടയിൽ വാങ്ങിച്ച് കുടിക്കുന്ന അത്രയും ടേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നല്ല സാധനങ്ങൾ ഒരുപാട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമ്മൾ ബദാമോ പിസ്തയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഫ്ലേവർ എന്താണോ വേണ്ട, നമ്മൾ ഇപ്പോൾ മാംഗോ ആണോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പഴുത്ത മാംഗോ തന്നെ നമുക്ക് ചേർക്കാം. അങ്ങനെ എന്താണോ നമുക്കുള്ളത് അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കൂട്ടി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഷെയ്ക്കുകളൊക്കെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഉള്ള സമയത്ത് ഉണ്ടാക്കാറുള്ളൂ. അതായത് എല്ലാവരും വീട്ടിലുള്ള ടൈമിൽ എല്ലാവർക്കും തൊണ്ടയ്ക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് ഉറപ്പാണെങ്കിൽ മാത്രമാണ് അങ്ങനെ ഷെയ്ക്കുകളൊക്കെ ഉണ്ടാക്കാറ്. പിന്നെ നമ്മുടെ ഇവിടെ പോത്തങ്കോട്ട് തന്നെ ഒരു കടയുണ്ട്. അവിടെ നിന്നാണെങ്കിൽ നമുക്ക് കട്ട പാല് മേടിക്കാൻ കിട്ടും. പണ്ട് നമ്മുടെ കൊയ്ത്തുകുണത്തുള്ള കടകളിലൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പാടാണ് കേട്ടോ. കൊയ്ത്തുകുണത്തൊന്നും അങ്ങനെ കിട്ടാറില്ല. കാരണം അവർക്കിങ്ങനെ കട്ടായി എടുത്ത് വെച്ചാൽ അതിനൊരു പീരീഡ് ഉണ്ടല്ലോ, ഇത്ര ദിവസത്തിനകത്ത് ആൾക്കാർ മേടിക്കണം. പക്ഷെ അത് മേടിച്ചില്ലെങ്കിൽ അവർക്ക് നഷ്ടമല്ലേ. അപ്പം അങ്ങനെ ഉണ്ടാവത്തില്ല. പക്ഷെ പോത്തങ്കോട്ടാണെന്നുണ്ടെങ്കിൽ ഷാർജയൊക്കെ അടിക്കുന്ന കടകളുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും ഉണ്ടാവും. നമ്മൾ അവിടെ തന്നെയാണ് പോയി വാങ്ങുന്നത്. അങ്ങനെ ലാസ്റ്റാണ് കേട്ടോ ഞാൻ അണ്ടിപ്പരിപ്പ്, മറ്റേ നമ്മുടെ കപ്പലണ്ടി, ബൂസ്റ്റ് ഇതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അത് നല്ല രീതിയിൽ ഇങ്ങനെ ഇട്ട് കുഴച്ചുകൊണ്ടിരുന്നാൽ തന്നെ അതിൻ്റെ ആ ഒരു ഇതങ്ങ് തിക്നെസ്സൊക്കെ അങ്ങ് പോവും. അങ്ങനെ നോക്കിയപ്പോൾ ഈ വലിയ പാത്രത്തിൽ അത് പറ്റത്തില്ല. ഇനി വേറൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചിളക്കി എടുക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ ഒരു കുടുവൻ പാത്രം എടുത്തു, അതിലേക്ക് ഫുള്ള് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലായാലും എൻ്റെ കൂടെ ഒരുപാട് പേര്, നമ്മളെ വീട്ടിലുള്ള ഒരു 9 പേരിങ്ങനെ ചുറ്റും നിൽക്കുകയാണ്. അതൊക്കെ ഒരു രസമാണ് കേട്ടോ. വീട്ടിയുമായും വന്ന ഗസ്റ്റിൽ ഒരാൾ മാത്രമേ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും നമ്മുടെ കൂടെ അടുക്കളയിലുണ്ട്. അവരെല്ലാവരും നിന്നിങ്ങനെ ഓരോ കമൻറ്റൊക്കെ പറഞ്ഞത്. ആ മിക്സിയുടെ സൈഡൊക്കെ ഇരിക്കുന്നതുണ്ടോ, ഫ്രോസൺ ആയാണ് ഇരിക്കുന്നത്. കാരണം അത്രയും തണുപ്പുണ്ട് അതിന്. നമ്മൾ ഇഡലി മാവൊക്കെ കുഴയ്ക്കുന്ന ഒരു പ്രതീതിയിലാണ് ഇതൊക്കെ എടുത്ത് വീത്തുന്നത്. കാരണം എന്താ ചെയ്യുക, അതേ നിവർത്തിയുള്ളൂ. നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതല്ലേ. നമുക്ക് ഒരാൾക്കോ 2 പേർക്കോ മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു 1/2 കവർ പാലോ പാലിൻ്റെ ഹാഫും എടുത്ത് ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ഇത്രയും പേർക്കുണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും നല്ല ക്വാണ്ടിറ്റി ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായ പാത്രങ്ങളും വലുതും എല്ലാം എടുക്കണം.
നമ്മളെ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തായാലും അംഗസംഖ്യ കൂടുതലാണ്. നമ്മുടെ വീട്ടിൽ തന്നെ 9 പേരുണ്ട്. അതുകൊണ്ട് തന്നെ ടൈം പോകും കേട്ടോ. എപ്പോഴും പെട്ടെന്ന് നമ്മളെല്ലാവരും ഇരിക്കുമ്പോൾ തന്നെ നല്ല രസമാണ്. വൈകുന്നേരം ഒരു 6 മണി മുതൽ ഒരു 10 മണി വരെ നമ്മൾ അയ്യോ 10 മണി ആയോ എന്നാണ് ചിന്തിക്കാറ്. ഞാൻ പണ്ട് ഹോസ്റ്റലൊക്കെ നിന്ന സമയത്ത് ഒരുപാട് പാടായിരുന്നു കേട്ടോ. നമുക്ക് സമയം പോകത്തില്ല. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. അങ്ങനത്തെ എല്ലാം ചെറിയ ഗ്ലാസ്സുകളിലാണ് ആദ്യം ഒഴിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ടൂറ്റി ഫ്രൂട്ടിയും ഇട്ട് ബൂസ്റ്റും തട്ടി ഇടുകയാണ്. പിന്നീട് വീണ്ടും എല്ലാവരും 2-3 ഗ്ലാസ് വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ വലിയ ഗ്ലാസ് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ചെറിയ ഗ്ലാസ്സിലാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാനിടുന്ന വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന രീതികൾ കറക്റ്റ് അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻ്റായിട്ട് വരണം. അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും. ഞാനിനി ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ള രീതിയിലേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും തെറ്റും കുറവുകളും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും നാളെ തന്നെ വരും കേട്ടോ. ബൈ.